ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സമസ്തയ്ക്കുള്ളിലെ തർക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന മുഷാവറ യോഗത്തിൽ വാക്കേറ്റം. സാദിഖ് അലി തങ്ങൾക്കെതിരായ പരാമർശത്തിൽ ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയർന്നതോടെയായിരുന്നു വാക്കേറ്റം. തുടർന്ന് മുഷാവറ പിരിഞ്ഞു. തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മുഷാവറ ചേരുമെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. ഇത് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. അതിലേക്ക് എത്തി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനെ സംബന്ധിച്ചും ഉള്ള പരാതികളുണ്ട്. ആ പരാതികൾ വിശദമായി അടുത്ത് അതിനെ മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മുഷാവറയിൽ ചർച്ച ചെയ്യും. ഭിന്നതയില്ലാന്ന് ഞാൻ ഒന്നും പറഞ്ഞല്ലോ ഭിന്നതയില്ലാന്ന്. പിന്നെന്താ, ആധാരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്, മനസ്സിലായ? അത് ആ വഖഫ് സാധൂകരിക്കപ്പെടാൻ പറ്റണയും അല്ലാതെയാവുന്ന ചില കാര്യങ്ങൾ അതിൽ വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി പഠനം നടത്തിയിട്ട് സമസ്തകളുടെ ജമീയത്തുലമായുടെ തീരുമാനം പറയും. യോഗത്തിന്റെ കാര്യം പറയേണ്ടത് തങ്ങളാണ്. അദ്ദേഹം അത് പറയുന്നത്, അപ്പുറം ഞങ്ങളൊന്നും പറയേണ്ടതില്ല. അതാണ് വിഷയം കേട്ടോ. അതും ഇപ്പോൾ ഓരാ തീരുമാനിക്കേണ്ടത്. ഞാനൊരു പറഞ്ഞത് കേൾക്കാന്നല്ലാതെ അപ്പുറം ഒന്നും പറയാൻ കഴിയൂല. അങ്ങനെ കത്തുണ്ടായിരുന്നു, കത്തൊന്നും വായിച്ചില്ല, കണക്കിലെടുത്തില്ല. കത്തൊക്കെ മാറ്റി വെച്ചതാ. ഓക്കെ. അതേസമയം സമസ്ത മുഷാവറയിൽ നിന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത തള്ളി സമസ്ത. ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നും സമസ്ത വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, യഥാർത്ഥത്തിൽ സമസ്ത മുഷാവറയിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? സാധാരണഗതിയിൽ നടക്കാത്തതിനപ്പുറത്തേക്ക് ചൂടേറിയ വാഗ്വാദം, തർക്കം, അതാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗം പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് പോലും റിപ്പോർട്ടുകളുണ്ടല്ലോ. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെയാണ് വിവിധ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ അത് രണ്ടായി തന്നെ മാറുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മുഷാവറ ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ ഇരുപക്ഷവും അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള പരാതികൾ മുഷാവറയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തു. അതിൽ സുപ്രഭാതത്തിന് വന്നിട്ടുള്ള ചില വീഴ്ചകൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ ആ തിരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയിട്ടുള്ള പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം നടത്തിയിട്ടുള്ള പരാമർശം. അതിൽ ഖാദി ഫൗണ്ടേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പരാമർശം. ആ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉമർ ഫൈസിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടുകയും ആ വിശദീകരണം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ബഹാവുദ്ദീൻ നദ്വി ഒരു അഭിപ്രായം പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ ഇപ്പോൾ ഉമർ ഫൈസി ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഇരിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ബഹാവുദ്ദീൻ നദ്വി സ്വീകരിച്ചത്. എന്നാൽ തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് താനും ഈ മജ്ലിസിൽ ഉണ്ടാകണം എന്ന കാര്യമാണ് ഉമർ ഫൈസി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് വാക്കേറ്റം ഉണ്ടായത്. വാക്കേറ്റം നീണ്ടുപോകുകയും അത് പിന്നീട് ഈ മറ്റ് ചർച്ചകളെ അത് ബാധിക്കുകയും ചെയ്തു. ആ വേളയിലാണ് പിന്നീട് യോഗം, ഈ മുഷാവറ യോഗം അവസാനിപ്പിച്ച് ആ യോഗം പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ട വേളയിലാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിമർശനവും വലിയൊരു വിവാദവും സംസ്ഥയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. യോഗശേഷം മാധ്യമങ്ങളെ കണ്ട വേളയിലാണ് ജിഫ്രി തങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയത്. ഇതിനിടയിൽ ചില മാധ്യമങ്ങളിൽ ചില വാർത്തകൾ പ്രചരിച്ചു. അത് ജിഫ്രി തങ്ങൾ ഈ യോഗാധ്യക്ഷൻ കൂടിയായിട്ടുള്ള സംസ്ഥയുടെ അധ്യക്ഷൻ തന്നെ ഇറങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾ തെറ്റാണ് എന്നും അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ് ചില മാധ്യമങ്ങൾ നൽകുന്നത് എന്നും സംസ്ഥയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ള ആ വാർത്ത, അത്തരം സംഭവങ്ങളെ സംസ്ഥ തന്നെ നിഷേധിക്കുന്നുമുണ്ട്. വിജയകുമാർ. ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും എന്ന നിലയിൽ സമസ്തയിലുണ്ടായ ചേരിതിരിവിനിടെയായിരുന്നു മുഷാവറ ചേർന്നത്. അതിൽ വലിയ വാക്കേറ്റം, തർക്കം ഉണ്ടായി എന്നാണ് ഏറെക്കുറെ ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ സമസ്ത ഒരു കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട്. സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ സമസ്ത അറിയിക്കുന്നത്. ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത സമസ്ത നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ നിരാകരിക്കുകയാണ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മാടായി കോളേജ് നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ ചേരിതിരിവ് രൂക്ഷമാണ്. എം കെ രാഘവൻ അനുകൂലികളും വിമത വിഭാഗവും വീണ്ടും ഏറ്റുമുട്ടി. എം കെ രാഘവനെ അനുകൂലിച്ച് പ്രകടനം നടത്താൻ എത്തിയവരെ ഒരു വിഭാഗം തടഞ്ഞു. Thank you.
അതേസമയം പ്രശ്നപരിഹാരത്തിന് KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും സലീം മാലിക് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകും. സജോ, ഈ KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഇരുവിഭാഗം പ്രവർത്തകരും ഇന്ന് തെരുവിൽ ഏറ്റുമുട്ടിയത്. ഇന്ന് തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സംഭവമാണ് ഈ ഏറ്റുമുട്ടൽ. പ്രതിപക്ഷ നേതാവിനെ കണ്ട് രാഘവൻ വിരുദ്ധർ പരാതിയൊക്കെ പറഞ്ഞതിന് ശേഷവും പ്രശ്നപരിഹാരമില്ല എന്ന് തന്നെയല്ല, അത് കൂടുതൽ സങ്കീർണമാവുകയാണല്ലേ? വിജയകുമാർ, കോൺഗ്രസിനകത്തെ, പ്രത്യേകിച്ച് കണ്ണൂർ കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹം, തർക്കം കൂടുതൽ സങ്കീർണവും രൂക്ഷവുമാകുന്നു. ഇന്ന് തന്നെ 2 സംഘർഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഒരു 5 മണിക്ക് ശേഷം പഴയങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. അതായത് ഇതുവരെ MK രാഘവനെതിരായ നിലപാട് സ്വീകരിക്കുന്ന വിമത വിഭാഗം പ്രവർത്തകർ, നടപടി നേരിട്ടവർ അടക്കമുള്ള പ്രവർത്തകർ തെരുവിലിറങ്ങുകയും കോലം കത്തിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. ആദ്യമായാണ് MK രാഘവനെ അനുകൂലിക്കുന്നവർ ഒരു പരസ്യ പ്രകടനമൊക്കെ ആസൂത്രണം ചെയ്ത് ഇന്ന് പഴയങ്ങാടി നഗരത്തിലെത്തിയത്. മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് പ്രകടനം ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. DCC ജനറൽ സെക്രട്ടറി ബ്രിജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് രാഘവൻ അനുകൂലികൾ അവിടെ തമ്പടിച്ചത്. ഇതറിഞ്ഞാണ് എതിർവിഭാഗം, അതായത് രാഘവനെതിരെ ഈ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധവും ഒക്കെ തെരുവിൽ സംഘടിപ്പിക്കുന്ന അച്ചടക്ക നടപടി അടക്കം നേരിട്ട വിമത വിഭാഗം നേതാക്കളും പ്രവർത്തകർക്കും ഇതറിഞ്ഞ് സംഘടിച്ചെത്തുകയും ഇവരുടെ പ്രകടനം തടയുകയും ചെയ്തു. അത് പിന്നീട് വാക്കുതർക്കവും ഏറ്റുമുട്ടലും, അതായത് തെരുവിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിക്കുകയും അതൊരു തെരുവ് യുദ്ധമായി വളരുകയും ചെയ്യുന്ന കാഴ്ചയാണ് പഴയങ്ങാടിയിൽ കണ്ടത്. പിന്നാലെ പോലീസ് എത്തി ഇരുവിഭാഗം പ്രവർത്തകരെയും 2 ഭാഗത്തേക്ക് തിരിച്ചുവിടുകയായിരുന്നു. അവർ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം അടക്കമുണ്ടായി. അതായത് മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ ഇപ്പോൾ തന്നെ MK രാഘവൻ ഒരു പക്ഷത്തും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ എല്ലാവരും ഒരു പക്ഷത്തും, മറുവശത്ത് DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എതിർചേരിയിലുമാണ് നിലകൊള്ളുന്നത്. അങ്ങനെ കോൺഗ്രസിൽ, കണ്ണൂർ കോൺഗ്രസിനകത്ത് മാത്രമല്ല, കണ്ണൂരുകാരനായ കോഴിക്കോട് MP ആണ് MK രാഘവൻ. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ, വടക്കൻ മലബാറിലെ രാഷ്ട്രീയത്തിലടക്കം വലിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നു. നേതാക്കൾ ഇരുവിഭാഗവും ഇരുചേരിയും അംഗീകരിച്ച് 2 പക്ഷത്തായി നിലകൊള്ളുന്നു. അങ്ങനെ കോൺഗ്രസിനകത്ത് തന്നെ അതൊരു രൂക്ഷമായ ഒരു ആഭ്യന്തര തർക്കമായി വളരുന്നു. MK രാഘവൻ തന്നെ DCC പ്രസിഡന്റിനെയും DCCയുടെ നടപടിയെയും പരസ്യമായി തള്ളിപ്പറയുന്നു. അദ്ദേഹത്തോടൊപ്പം ഈ മാടായി കോളേജ് ഭരണസമിതിയുടെ ചെയർമാനാണ് MK രാഘവൻ. അദ്ദേഹത്തോടൊപ്പമുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ 5 പേരെ DCC സസ്പെൻഡ് ചെയ്തു. അതിനെ രൂക്ഷമായി വിമർശിക്കുകയും തള്ളിപ്പറയുകയും MK രാഘവൻ ചെയ്തു. അതിൽ ഒരു ഡയറക്ടർ ബോർഡ് അംഗം K ജയരാജനെ ഇന്ന് വിമത വിഭാഗം പ്രവർത്തകർ, അദ്ദേഹം പയ്യന്നൂരിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കൺമുന്നിൽ വെച്ച് അവിടെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ കണ്ടു. ഇതിനിടെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തണുപ്പിക്കുക എന്ന നീക്കമുണ്ട്. അത് നേതാക്കളിലേക്ക് കൂടി ഗ്രൂപ്പിന് അതീതമായി പടരുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി അതീവ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്, സംഘടനാ പ്രതിസന്ധി രൂക്ഷമാണെന്നും വിലയിരുത്തുകയും ഈ ചർച്ചകളിലേക്കും സമവായത്തിലേക്കും ഒക്കെ പോകാനുള്ള തീരുമാനവും ഒക്കെ ഉണ്ട്. വിമത നേതാക്കൾ ഇന്ന് VD സതീശനെ കണ്ടിരുന്നു. പക്ഷേ അതിനിടെയും ഈ തെരുവ് യുദ്ധത്തിനും പരസ്യമായ സംഘർഷത്തിനും കലാപത്തിനും കുറവൊന്നുമില്ല. തെരുവ് യുദ്ധം തുടരുന്നതിനിടെയാണ് 3-അംഗ സമിതിയെ KPCC വിഷയം പരിശോധിക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുമായി നിയോഗിച്ചത്. സലീം മാലിക് അതിന്റെ വിവരങ്ങൾ നൽകും. സലീം, ഈ സമിതി എന്ത് ചെയ്യണം കണ്ണൂരിലെ വിഷയത്തിലെന്നാണ് KPCC നിർദ്ദേശിച്ചിരിക്കുന്നത്? വിജയകുമാർ, വളരെ വേഗത്തിൽ ഈ സമിതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവണം. അതിനുശേഷം ഒരേ സമയം ഈ വിഷയത്തിൽ MK രാഘവന്റെയും ഒപ്പം പരാതിക്കാരുടെയും വെർഷൻസ് കേൾക്കാനാണ് KPCC നിർദ്ദേശിച്ചിരിക്കുന്നത്. KPCC വലിയ ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. പ്രത്യേകിച്ചും നേരത്തെ സജ്ജ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കണ്ണൂരിലെ മാത്രം വിഷയമായല്ല, അത് വടക്കൻ മലബാറിലാകെ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് കണ്ണൂരിലെ കോൺഗ്രസിനെയും ഒപ്പം തന്നെ വടക്കൻ മലബാറിലെ കോൺഗ്രസിനെയും വലിയ നിലയിൽ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു വിവാദമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു പരിധിക്കപ്പുറം കടക്കാതെ വളരെ വേഗത്തിൽ പരിഹരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് KPCC മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് KPCC തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ ആ വിഷയത്തിൽ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ സമിതിയുടെ അധ്യക്ഷനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒപ്പം അഡ്വക്കേറ്റ് K ജയന്ത്, അബ്ദുൽ മുത്തലിബ് എന്നിവരെയാണ് സമിതിയിലെ മറ്റംഗങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് കാരണം ഇരു കൂട്ടർക്കും സ്വീകാര്യരായ 3 നേതാക്കൾ എന്ന നിലയിലാണ് ഈ 3 പേരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം ഇവർ പരാതിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും, അതിനുശേഷം MK രാഘവനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും, അതിനുശേഷം ഒരു അന്വേഷണമല്ല, അതിനപ്പുറത്തേക്ക് പ്രശ്നപരിഹാരത്തിന്റെ ഒരു ഫോർമുല എന്ന നിലയിൽ മുന്നോട്ട് വെക്കാനാണ് KPCC നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ആ സമിതി 2 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകാൻ KPCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാകും മറ്റ് നടപടികൾ. KPCCയുടെ ഭാഗത്തുനിന്ന് ഇതിൽ എന്ത് നടപടി വേണമെന്നതുൾപ്പെടെ തീരുമാനിക്കുന്നത്. നിലവിൽ MK രാഘവനെയും ഒപ്പം തന്നെ വിമത വിഭാഗമായി നിലകൊള്ളുന്നവരെയും തള്ളിപ്പറയേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ നിലപാട്. വിജയകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു 3-അംഗ സമിതി ഈ വിഷയം പരിശോധിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കും. വഷളാകാതെ നോക്കുക
എന്നതായിരിക്കും ഈ സമിതിയുടെ ദൗത്യം എന്നാണ് മനസ്സിലാകുന്നത്. സജോ ദേവസ്യയും സലീം മാലിക്കുമാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവഗണിച്ചെന്ന ചാണ്ടി ഉമ്മന്റെ പരാതി ഗൗനിക്കാതെ കോൺഗ്രസ് നേതൃത്വം. പരാതി അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മനെ അവഗണിക്കുകയാണ് VD സതീശൻ അനുകൂലികൾ. എന്നാൽ താൻ അവഗണിക്കപ്പെട്ടെന്ന പരാതി ചാണ്ടി ഉമ്മൻ ഇന്നും ആവർത്തിച്ചു. പുനഃസംഘടനയ്ക്ക് മുമ്പ് VD സതീശൻ വിഭാഗം പാർട്ടിക്കുള്ളിൽ പിടിമുറുക്കിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇതോടെയാണ് ചാണ്ടി ഉമ്മനെ മുൻനിർത്തി പഴയ ഗ്രൂപ്പുകൾക്ക് അതീതമായുള്ള നീക്കം മറുവിഭാഗം നടത്തുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാതിരുന്നത് ചില നേതാക്കളുടെ ഇടപെടൽ കൊണ്ടാണെന്നാണ് ചാണ്ടി ഉമ്മൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരസ്യ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സംഭവം വിവാദമായതോടെ പാർട്ടിക്കെതിരെ അല്ലെന്ന് പറഞ്ഞ നിലപാട് മയപ്പെടുത്തിയെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചാണ്ടി ഉമ്മൻ പിന്നോട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്. ഇത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല, പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല. നിങ്ങൾക്കറിയാം, ഒരു ഇലക്ഷൻ ആകുമ്പോൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാകാം. എന്നാൽ ചാണ്ടി ഉമ്മനെ അപ്പാടെ അവഗണിക്കാനാണ് സതീശൻ വിഭാഗത്തിന്റെ തീരുമാനം. ചാണ്ടി ഉമ്മന്റെ പരാതിക്ക് പോലും അടിസ്ഥാനമില്ലെന്നാണ് സതീശൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറുപടി പോലുമില്ലെന്ന് പറയുന്നതിലൂടെ അവഗണന വ്യക്തം. അതിലെ ശരി തെറ്റ് അന്വേഷിച്ചു പോകുന്ന ആളല്ലാതെ എൻ്റെ ചുമതലയല്ല. അത് സംഘടനാപരമായി അത് KPCC പ്രസിഡന്റും AICC നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. എൻ്റെ മിഷൻ വേറെയാണ്. ആ എന്ത് വിമർശനമാണ് ഒരു കാര്യം. ചാണ്ടി ഉമ്മനെ തള്ളി മുതിർന്ന നേതാവ് PJ കുര്യനും രംഗത്ത് വന്നു. ഒരു നേതാവിന് ചുമതല കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് വെറും ഇമ്മറ്റീരിയൽ ആണെന്ന് എൻ്റെ അഭിപ്രായം. ചെന്നിത്തല, മുരളീധരൻ തുടങ്ങിയവർ ചാണ്ടി ഉമ്മനെ പരോക്ഷമായി പിന്തുണച്ചത് സതീശൻ വിഭാഗത്തിനെതിരെയുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത്. ചാണ്ടി ഉമ്മന്റെ പരാതി ഒരു ഒറ്റപ്പെട്ട പരാതിയല്ല. പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം മുതിർന്ന നേതാക്കളും യുവനേതാക്കളും ഇരുചേരിയിലായി അണിനിരന്നിരിക്കുകയാണ്. പുനഃസംഘടനയ്ക്ക് മുമ്പ് അതുകൊണ്ട് തന്നെ വലിയ പൊട്ടിത്തെറികൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായേക്കാം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിജയം. ആകെയുള്ള 25 സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമുക്കറിയാം, വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വാർത്തകളിൽ നിറഞ്ഞത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. സിദ്ധാർത്ഥന്റെ മരണവുമൊക്കെയായി ബന്ധപ്പെട്ട് അവിടെയാണ് ഇപ്പോൾ SFI എതിരില്ലാതെ മുഴുവൻ സീറ്റിലും ജയിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ SFI. പക്ഷേ ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാത്ത വിധത്തിലാണ് SFI സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്തെ ക്യാമ്പസ് യൂണിയനിലേക്കും ഒപ്പം തന്നെ BTech ഡയറി കോളേജ് യൂണിയനിലേക്കും SFI സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം, ഇന്ന് സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോഴാണ് ഈ വലിയ വിജയം SFIക്ക് ഉണ്ടായിരിക്കുന്നത്. വെറ്റിനറി കോളേജിൽ 18 മേജർ സീറ്റ് അടക്കം 25 സീറ്റിലും, BTechൽ 13 മേജർ സീറ്റ് അടക്കം 18 സീറ്റുകളിലും SFI മാത്രമാണ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. യൂണിയൻ പ്രസിഡന്റായി സഹീർ അനസ്, ജനറൽ സെക്രട്ടറിയായി KM ബിസ്മി, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി സായൻ സുരേഷ്, കാതറിൻ, രേവതി ഷാജി തുടങ്ങിയവരാണ് വിജയിച്ചിരിക്കുന്നത്. വിജയകുമാർ, ആകെയുള്ള 25 സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. ക്യുസാറ്റ് തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് KSU MSF തർക്കം. തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും KSU ഏറ്റെടുത്തു. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള KSU തീരുമാനം അപക്വമാണെന്ന് MSF ആരോപിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഇക്കാര്യത്തിൽ ഈ ഒരു ധാരണ SFIയും KSUവും MSFും തമ്മിൽ ഉണ്ടാകാതിരുന്നത്? വിജയകുമാർ, 15 സീറ്റുകളാണ് ക്യുസാറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കഴിഞ്ഞ തവണകളിലെല്ലാം MSFും KSU എല്ലാം ഒരുമിച്ചാണ് മത്സരിച്ചത്. പക്ഷേ പിന്നീട് കഴിഞ്ഞ തവണത്തെ മത്സരത്തിന് ശേഷം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം എത്തുന്ന ഘട്ടത്തിൽ ഈ ചെയർമാൻ സ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ അതെല്ലാം തങ്ങൾ പറഞ്ഞ് ശരിയാക്കിയതാണ്. പക്ഷേ ഈ 15 സീറ്റുകളിലും KSU ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയി. ഈ തീരുമാനം അപക്വം എന്നുള്ളതാണ് MSFന്റെ നിലപാട്. മുന്നണി മര്യാദകൾ പാലിക്കാൻ KSU തയ്യാറായിട്ടില്ല. KSUവിന്റെ ഈ നിലപാട് കടുത്ത പ്രതിഷേധാർഹമാണ്. ഇതിൽ നിന്ന് ഇവർ പിന്മാറണം എന്നുള്ളതാണ് MSF ആവശ്യപ്പെട്ടിരിക്കുന്നത്. KSU ആകട്ടെ ഇതിലൊരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. വിജയകുമാർ, MSF ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയാണ് KSUവിന്റെ തീരുമാനത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. മുഴുവൻ സീറ്റിലും ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, മത്സരിക്കാൻ തീരുമാനിച്ചു എന്നത് അപക്വമായ തീരുമാനം, അത് മുന്നണി മര്യാദകളുടെ ലംഘനം എന്നൊക്കെയാണ് MSF പറയുന്നത്. KSUവിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വഴിക്കടവ് സ്വദേശി രാമകൃഷ്ണനാണ് മരിച്ചത്. സ്ഥലമുടമ ഒളിവിൽ പോയി. വിപിൻ C വിജയൻ മലപ്പുറത്തു നിന്ന് ചേരുന്നു. വിപിൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ?
വിജയകുമാർ, ഇന്ന് രാവിലെ 8:15 കൂടിയാണ് ഈ കൃഷിയിടത്തിൽ വെച്ച് രാമകൃഷ്ണനെ ഷോക്കേൽക്കുന്നത്. 47 വയസ്സായിരുന്നു. ഉടൻ തന്നെ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു എന്നുണ്ടെങ്കിലും മരിച്ചു. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഷോക്കേറ്റാണ് മരിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തത്. അപ്പോൾ ഈ കൃഷിയിടത്തിൽ പന്നിക്കണി വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടി വൈദ്യുതി കമ്പി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അനധികൃതമായി KSEBയുടെ വൈദ്യുതി ഇതിലൂടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇതിൽ അബദ്ധത്തിൽ രാമകൃഷ്ണൻ തൊടുകയും അങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ സ്ഥലമുടമയ്ക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കാരണം തീർച്ചയായും അനധികൃതമായിട്ടാണ് ഇത്തരത്തിലുള്ള വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ നിയമപരമായി അത് സോളാറിലൂടെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടി ഇവർ ലീസിലൊക്കെ എടുത്തിരിക്കുന്ന തോട്ടത്തിന് ചുറ്റും ഇങ്ങനെ വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള നടപടികൾ KSEBയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് വഴിക്കടവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി ബോധപൂർവമല്ലാത്ത നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തും. ഇപ്പോൾ ഈ സ്ഥലമുടമ ഒളിവിലാണ് എന്നുള്ളതാണ് വിവരം. വിജയകുമാർ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമത്തിന് വേദിയൊരുങ്ങുന്ന ചക്കുളത്തുകാവിൽ പൊങ്കാലയ്ക്കൊരുക്കങ്ങൾ പൂർത്തിയായി. ഡിസംബർ 13 ചക്കുളത്തുകാവ് ക്ഷേത്രവും പരിസരവും കാർത്തിക പൊങ്കാലയുടെ പുണ്യം നുകരും. സംസ്ഥാനത്തെ പ്രധാന ഡിപ്പോകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് KSRTC സർവീസ് ആരംഭിച്ചു. പൊങ്കാലയോടനുബന്ധിച്ച് കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. സർക്കാർ തലത്തിൽ നിന്നും മറ്റ് സന്നദ്ധ സേനകളും വോളണ്ടിയേഴ്സിൻ്റെയും ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും തുടങ്ങി നാനാ ജാതി മതസ്ഥരുടെയും സഹകരണത്തോടുകൂടി ഈ വർഷത്തെ പൊങ്കാലയുടെ പരിപൂർണമായ ഒരുക്കങ്ങൾ തീർന്നു. ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. SNDP യോഗം മുൻ സംഘടനാ സെക്രട്ടറിയും SN കോളേജ് മുൻ പ്രിൻസിപ്പലുമായിരുന്ന കൊല്ലം ഈളിയോട് ഗോവിന്ദവിലാസത്തിൽ പ്രൊഫസർ G സത്യൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, SNDP യോഗം ഡയറക്ടർ, കോഴിക്കോട്, കേരള യൂണിവേഴ്സിറ്റികളിൽ അക്കാദമിക് കൗൺസിൽ അംഗം തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പുനലൂർ, കക്കോട്, ചെമ്പകശ്ശേരിയിൽ കുടുംബാംഗം. പ്രേതയായ L ചന്ദ്രികയാണ് ഭാര്യ. CS പ്യാരി എന്നിവർ മക്കളാണ്. CS പ്രീത, മനോജ് പ്രസാദ് എന്നിവരാണ് മരുമക്കൾ. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.